അഞ്ചുരുളി ടണൽ. ഇരട്ടയാർ അണക്കെട്ടിൽ നിന്ന് ഇടുക്കി ജലസംഭരണിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അഞ്ചുരുളി. (1974) മാർച്ച് 10 നിർമ്മാണം ആരംഭിച്ച അഞ്ചുരുളി ടണൽ 1980 ജനുവരി 30 ഉദ്ഘാടനം ചെയ്തു. 5.5 കിലോമീറ്റർ നീളവും 24 അടി വ്യാസവുമുള്ള ടണൽ ഇരട്ടയാർ മുതൽ അഞ്ചുരുളി വരെ ഒറ്റപ്പാറയിൽ കോൺട്രാക്ടർ പൈലിപ്പിള്ളയുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. രണ്ടിടങ്ങളിൽ നിന്നും ഒരേ സമയം നിർമ്മാണം ആരംഭിച്ച് കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു. നിർമ്മാണ കാലയളവിൽ 22 പേർ അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് തുരങ്കം. ഇരട്ടയാർ അണക്കെട്ട് നിർമ്മിച്ച് അവിടെ നിന്നുള്ള വെള്ളം തുരങ്കത്തിലൂടെ അഞ്ചുരുളിയിലെ ഇടുക്കി ജലാശയത്തിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി. ഇടുക്കി അണക്കെട്ടിൽ വെള്ളം പൂർണ്ണമായും നിറയുമ്പോൾ ടണൽ മുഖത്തുവരെ വെള്ളം കയറും. അപ്പോൾ 1000 അടിക്ക് മുകളിൽ വെള്ളമുണ്ടാകും. തുരങ്കത്തിൻ്റെ പ്രവേശന കവാടം കോൺക്രീറ്റ് ചെയ്ത് അല്പം മിനുസപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് ടണലിൽ അല്പം നീരൊഴുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അല്പദൂരം തുരങ്കത്തിലൂടെ മുൻപോട്ട് സഞ്ചരിക്കാൻ സാധിച്ചു. തുരങ്കത്തിലെ പാറയുടെ വശങ്ങളിലൊക്കെ ചെറിയ തവളകൾ കൂട്ടമായി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുരങ്കത്തിനുള്ളിൽ നിന്നും വെളിയിലേക്ക് നോക്കിയാൽ കാണുന്ന ദൃശ്യമാണ്. തുരങ്കത്തിൻ്റെ മറ്റേ അഗ്രമാണ് കാണുന്നത്. ചെറിയ പൊട്ടുപോലെ കാണുന്ന വെളിച്ചം. ഇരട്ടയാറിൽ നിന്നുമുള്ള ദൃശ്യമാണിത്. 5 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിൻ്റെ അങ്ങേത്തലയാണ് ആ കാണുന്നത്. പുറത്ത് നല്ല ചൂടുള്ള സമയമായിരുന്നെങ്കിലും തുരങ്കത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു നിലനിന്നിരുന്നത്. തുരങ്കത്തിനുള്ളിലൂടെ അല്പദൂരം മുമ്പോട്ട് നടന്നപ്പോഴേക്കും വെളിച്ചം തീരെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. തുരങ്കത്തിനകത്ത് അധികം വായുസഞ്ചാരം കുറവുള്ളതുകൊണ്ട് അധിക ദൂരം മുൻപോട്ട് യാത്ര ചെയ്യാൻ ആവില്ല. തുരങ്കത്തിനുള്ളിൽ അതിരൂക്ഷ ഗന്ധം നിലനിൽക്കുന്നതുകൊണ്ടും പാറയിടുക്കിൻ്റെ ഉള്ളിലൊക്കെ വിഷജന്തുക്കൾ കാണാം എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ യാത്ര മതിയാക്കി തിരികെ നടന്നു. ഈ തുരങ്കത്തിലൂടെ നടക്കണമെന്ന് ആഗ്രഹമുള്ളവർ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ അനുമതി വാങ്ങിയ ശേഷം ആവശ്യമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടെ യാത്ര ചെയ്യാവുന്നതാണ്. വേനൽക്കാലത്താണ് ഈ തുരങ്കത്തിലൂടെ നടക്കാൻ പറ്റിയ സമയം.
ആ സമയം തീരെ നീരൊഴുക്ക് ഉണ്ടാവില്ല ഈ തുരങ്കത്തിൽ. മഴക്കാലമാകുന്നതോടുകൂടി നീരൊഴുക്ക് വർദ്ധിക്കുന്നു. അതോടുകൂടി സഞ്ചാരികളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാറില്ല. മാത്രവുമല്ല, മഴക്കാലത്തുള്ള യാത്ര വളരെ ദുഷ്കരവുമാണ്. പാറ വഴുവഴുപ്പുണ്ടായി തെറ്റൽ നന്നായി അനുഭവപ്പെടാം. അപകട സാധ്യത ഏറെയുമാണ്. അതുകൊണ്ട് നടന്നു പോകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേനൽക്കാലം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമം. അഞ്ചുരുളിയിലെ ടണൽ മുഖമാണ് ഈ കാണുന്നത്. ഇരട്ടയാർ ഡാമിൽ നിന്നും വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തിക്കുന്ന ടണലാണ് ഈ കാണുന്നത്. ഈ ടണലിൽ നിറഞ്ഞ കവിഞ്ഞ ജലം ഒഴുക്കിവിടാറില്ല. ഒരു ചെറിയ പരിധിവരെ മാത്രം വെള്ളമേ ഇതിലൂടെ ഒഴുക്കിവിടാറുള്ളൂ. മഴക്കാലത്ത് ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം ഒഴുകിയിറങ്ങുന്നത് കാണുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നൽകുന്നത്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതിയാണ് തോന്നിക്കുക. അഞ്ചുരുളി ടണൽ മുഖം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആണെങ്കിലും ഇവിടെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നവർ അവരവരുടെ സുരക്ഷ അവരവർ തന്നെ നോക്കേണ്ടതാണ്. എന്തുതന്നെയായാലും കാടിൻ്റെയും ജലാശയത്തിൻ്റെയും ദൃശ്യഭംഗി ഒരിക്കലെങ്കിലും ആസ്വദിക്കാൻ ഇവിടെ എത്തുക അഞ്ചുരുളിയിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.